നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തിന് കടന്നു വന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിലില്ല. പണ്ടുള്ളവയെ ഓർക്കേണ്ട, ഇപ്പോഴുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ മറക്കത്തക്ക നിലയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ പറഞ്ഞതെന്തെന്നാൽ, രാജത്വം എനിക്കുള്ളതായിരുന്നു, ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായിപ്പോയി, യഹോവയാൽ അതവന് ലഭിച്ചു. രാജത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായിപ്പോയി, യഹോവയാൽ അതവന് ലഭിച്ചു. ദാവീദിൻ്റെ മകനായ, ദാവീദിന് ഹഗീത്ത് എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ച മകനാണ് അദോനിയാവ്. അദോനിയാവ് ബേത്ശബയുടെ അരികിൽ കടന്നു വന്ന് പറയുന്നതായ കാര്യമാണ്. ശലോമോൻ രാജാവിൻ്റെ മാതാവാണ് ബേത്ശബ. ശലോമോനെ ദാവീദ് രാജാവാക്കി കുറച്ച് നാൾ കഴിഞ്ഞ് ദാവീദ് രാജാവ് പൂർണ്ണ വാർദ്ധക്യത്തിൽ ദൈവസന്നിധിയിൽ പിതാക്കന്മാരുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അനന്തരം ഈ അദോനിയാവ് ശലോമോൻ കൊടുത്ത ഔദാര്യത്തിൽ ജീവിച്ചു വരുന്നതായ വേളയിൽ ശലോമോൻ രാജാവിൻ്റെ അമ്മയായ ബേത്ശബയുടെ അരികിൽ കടന്നു വന്ന് പറയുന്നതായ കാര്യമാണ്. കാരണം ഈ അദോനിയാവ് സ്വയം ദാവീദിന് പ്രായമായപ്പോൾ താൻ രാജാവാകുമെന്ന് പറഞ്ഞുകൊണ്ട് അകമ്പടികളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ യോബാബും അബ്യാഥാർ പുരോഹിതനുമൊക്കെ ഈ അദോനിയാവിന് വേണ്ടതായ സപ്പോർട്ട് ചെയ്തു വന്നിരുന്നു. എന്നാൽ നാഥാൻ പ്രവാചകന്, സാധോക്ക് തുടങ്ങിയവർ ആ നിലയിൽ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം ദാവീദ് രാജാവ് ബേത്ശബയോട് നേരത്തെ ഉടമ്പടി ചെയ്തിരുന്നു, എനിക്ക് പകരം എൻ്റെ സിംഹാസനത്തിൽ നിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ വേണം ഇരിക്കുവാൻ. ദൈവത്തിൻ്റെ പദ്ധതിയും നിശ്ചയവും അതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയും നിശ്ചയവും അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അദോനിയാവ് ഒരു ബ്രാക്കറ്റ് പീരീഡ് വാഴുകയാണ്, ഒരു ചെറിയ ഷോർട്ട് പീരീഡ്. ശലോമോൻ രാജാവായില്ല, രാജാവാകാനുള്ള സാധ്യത ഏറി വരുമ്പോൾ അദോനിയാവ് നിഗളിച്ചും കൊണ്ട് ഭാവിക്കേണ്ടതിന് വേണ്ടി ഭാവിച്ചുയർന്നിട്ട് പറയുകയാണ്, ഞാൻ ഇസ്രയേലിൽ രാജാവാകാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങൾ വട്ടം കൂട്ടി അതിനുവേണ്ടിയുള്ളതായ ക്രമീകരണങ്ങൾ താൻ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് നാഥാൻ പ്രവാചകനൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയും ബേത്ശബയോട് ദാവീദ് പറയുന്നുണ്ട്, അദോനിയാവ് വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല, നിന്നോട് ഉടമ്പടി ചെയ്തതുപോലെ നിൻ്റെ മകൻ ശലോമോൻ തന്നെ രാജാവാകും, അത് ഇന്ന് തന്നെ രാജാവാകും എന്നാണ് പറയുന്നത്. നോക്കുക, അടിയന്തരമായി ഇടപെടേണ്ട ഇടത്ത് മനുഷ്യ മനസ്സുകളെ ഉണർത്തി അരുതാത്ത വാഴ്ചകളെ അവസാനിപ്പിക്കാൻ ദൈവം തന്നെ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അദോനിയാവിന് രാജാവാകാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ശലോമോൻ രാജാവിനെ ഭയന്ന് അദോനിയാവ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പോയി പിടിച്ചു. ശലോമോൻ ആൾ വിട്ട് അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. നീ യോഗ്യപുരുഷനാണെങ്കിൽ ജീവിച്ചിരിക്കും, നിന്നിൽ കുറ്റം കണ്ടാൽ നീ മരിക്കേണ്ടി വരും. കരുണ കാണിച്ച് അവനോട് ഔദാര്യമായി ഇടപെട്ട് നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ശലോമോൻ അവനെ അയച്ചു. ചില നാളുകൾക്ക് ശേഷം ഈ അദോനിയാവ് തന്നെ ബേത്ശബയുടെ അരികിൽ കടന്നു വന്ന് പറയുന്നതായ പദം എന്താണ് നമ്മളിവിടെ വായിച്ചത്? ഇസ്രായേലെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ രാജാവാകും എന്നുള്ളതാണ്. ഇസ്രായേലെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി രാജത്വം എനിക്കുള്ളതായിരുന്നു, ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ഈ അദോനിയാവ് സ്വയം ദൈവം കൊടുക്കാത്ത, ദൈവം മറ്റൊരുവന് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരുന്നത് തനിക്കാണ് എന്ന് മനസ്സിൽ നിശ്ചയിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ടുള്ള കരുക്കളൊക്കെ നീക്കി. എന്നാൽ കരുക്കൾ നീക്കിയത് മിച്ചമാണ്, താൻ അധ്വാനിച്ചതും ഓടി നടന്നതും വൃഥാവായി. എന്താ കാരണം? ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. ദൈവം നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ അദോനിയാവ് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് എന്നെ സ്പർശിച്ചത്. ബേത്ശബയോട് പറയുകയാണ്,
ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജത്വം മറിഞ്ഞ് എൻ്റെ സഹോദരന് ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, നേരെ നിന്ന് ദൈവത്തിൻ്റെ വഴിയെ മാറ്റിക്കളയാൻ ശ്രമിക്കുന്ന അദോനിയാവിൻ്റെ മുൻപിൽ രാജത്വം ദൈവം മാറ്റിക്കളഞ്ഞു, മറിച്ചു കളഞ്ഞു. എന്നിട്ട് പറയാണ്, എൻ്റെ സഹോദരന് ആയിപ്പോയി. ആയതല്ല, ആയിപ്പോയതാ. കാരണം എന്താ? യഹോവയാൽ അത് അവന് ലഭിച്ചു. ഈ രാവിലെ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ, അല്പകാലം നിങ്ങളോട് ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി സാത്താൻ്റെ ചില വാഴ്ചകൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുന്നത് പോലെ, പൊങ്ങി വരുന്നത് പോലെ തോന്നുമ്പോൾ അടങ്ങിയിരിക്കരുത് കേട്ടോ. മിണ്ടാതിരിക്കരുത്. ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം, കരയണമെങ്കിൽ കരയണം, ഉണർത്തിക്കേണ്ട ഇടത്ത് ഉണർത്തിക്കണം. അരുതാത്ത ചില വാഴ്ചകളെ ദൈവം നിർത്തൽ ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, ദൈവത്തിൻ്റെ ചില വഴികളെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന ശക്തിയുടെ മുൻപിൽ ദൈവം കാര്യങ്ങളെ മറിയാതെ വണ്ണം, തിരിയാതെ വണ്ണം, അത് തിരിച്ചുവിടാതെ വണ്ണം വന്നു ചേരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അതിന് ശ്രദ്ധയോടുകൂടെ ചുവടുവെക്കാം. അദോനിയാവ് വാഴാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വാഴ്ചയെ നടക്കുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.